അത് കിട്ടുമായിരിക്കും, അദ്ദേഹത്തിന് കിട്ടുമായിരിക്കും. ചിലപ്പോൾ ബി ജെ പിക്കാർ വോട്ട് ചെയ്യുമായിരിക്കും അദ്ദേഹത്തിന് ബി ജെ പിക്കാർ വോട്ട് ചെയ്യുമായിരിക്കും. അതിനെന്താ, ബി ജെ പി ആയിട്ടുള്ള ഡീലൊന്നും അല്ലല്ലോ അത്. ബി ജെ പി ആയിട്ടുള്ള ഡീലല്ല, അദ്ദേഹത്തിന് കിട്ടുമായിരിക്കും. അദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രീയ സി പി എംകാർ ചെയ്യത്തില്ലേ, ജി സുധാകരൻ അവിടെ വോട്ട് ചെയ്യില്ലേ? ജി സുധാകരന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ചെയ്യില്ല എന്ന്? അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് യു ഡി എഫ് കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ പോകുന്നത് സി പി എമ്മിൻ്റെ വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത്. സംശയം വല്ലതും ഉണ്ടോ? ഇവരെക്കാളൊക്കെ വലിയ നേതാവാണ് അദ്ദേഹം, അല്ല അദ്ദേഹം അല്ലെന്നേ. ബി ജെ പിക്കാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യണേന്ന് എനിക്കെന്താ കുഴപ്പം? ബി ജെ പിക്കാർ വോട്ട് ചെയ്യും, സി പി എംകാർ വോട്ട് ചെയ്യും, കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യും, യു ഡി എഫുകാർ വോട്ട് ചെയ്യും, എല്ലാവരും വോട്ട് ചെയ്യും അദ്ദേഹത്തിന്. അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയല്ലേ, അദ്ദേഹത്തിന് എല്ലാവരും വോട്ട് ചെയ്യും. അതിനെന്താ കുഴപ്പം? എന്നിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വന്ന ഒരു സ്വതന്ത്രനെ നിങ്ങൾ പിന്തുണച്ചില്ലേ? ആ പാലക്കാട് നിങ്ങൾ ആരെയാണ് പിന്തുണച്ചത്? പേര് സരിൻ അല്ലേ? പിന്തുണച്ചില്ലേ? കോൺഗ്രസ് വിട്ടു വന്നല്ലേ? അതിൽ ബി ജെ പി പോയിട്ട് സീറ്റ് ചോദിച്ചിട്ട് ബി ജെ പി കൊടുക്കാത്തതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായത്. ഒരു മടിയുണ്ടായില്ലേ? ഈ പിണറായി വിജയൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക, അദ്ദേഹം ഇതൊക്കെ മറന്നു. എന്നിട്ട് നമ്മളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണച്ചത് ഭയങ്കര കുറ്റകൃത്യം എന്ന് പറയുകയാണ്. ഇന്ന് രാവിലെ ഞാൻ എണ്ണി പറയാം, സി പി എം പിന്തുണച്ച വേറെ സ്വതന്ത്രം ബി ജെ പി പോയി കേന്ദ്രമന്ത്രിയായി, അൽഫോൺസ് കണ്ണന്താനം ഇല്ലേ, ഒരാൾ ആയില്ലേ? ഈ സരിൻ ബി ജെ പിയുടെ അടുത്ത് പോയിട്ട് സീറ്റ് കിട്ടാത്തതാണ് സി പി എമ്മിൽ വന്നിട്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായത്. അപ്പോൾ സുധാകരനെ പോലുള്ള സമുന്നതരായ ഒരു നേതാവിനെ സി പി എം വിട്ടു വന്നപ്പോൾ ഞങ്ങൾ പിന്തുണച്ചതിന് ഞങ്ങളെ പരിഹസിക്കുക. ഞാൻ പറഞ്ഞല്ലോ, മലപ്പുറം ജില്ലയിൽ മാത്രം സി പി എമ്മും ലീഗും വിട്ടുവന്ന എത്ര പേരെ സ്ഥാനാർത്ഥിയാക്കി. പറയുമ്പോൾ ഇതൊക്കെ ആലോചിക്കേണ്ട, ഇതൊക്കെ ഞങ്ങളുമൊക്കെ അറിയാമല്ലോ, ഇതൊക്കെ അറിയുന്ന ആളല്ലേ. രാഷ്ട്രീയവും കഴിഞ്ഞ 19 കൊല്ലത്തെ രാഷ്ട്രീയമൊക്കെ അറിയാവുന്ന ആളല്ലല്ലോ ഞങ്ങളെല്ലാം. ഞങ്ങൾ അപ്പം തന്നെ മറുപടി പറയില്ലേ? അറ്റ്ലീസ്റ്റ് എഴുതി കൊടുക്കുന്ന ആളെങ്കിൽ ഇത് ശ്രദ്ധിക്കണ്ടേ? മുഖ്യമന്ത്രി ഇങ്ങനെ അവമാനിക്കാമോ? മുഖ്യമന്ത്രിയെ കൊണ്ട് അബദ്ധം പറയിപ്പിക്കുക, അതാണ് അബദ്ധം വായിപ്പിക്കുക, അതാണ് ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി. ഏതോ ഒരു ഉത്തരം കണ്ടെന്ന് പറഞ്ഞിട്ട് 4000 വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പറ്റില്ലെന്ന ആ മുഖ്യമന്ത്രിയെ പോലത്തെ ഒരാളെ കൊണ്ട് ഒരു കള്ളം പറയിപ്പിച്ചില്ലേ? എഴുതി കൊടുക്കുന്ന ആളുകൾ എന്തിനാണ് അദ്ദേഹത്തെ അവമാനിക്കുന്നത്? ഇങ്ങനെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഒന്നാമത് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കാലമാണ് പുള്ളി പറഞ്ഞത്. അപ്പം തന്നെ ഞങ്ങളുടെ ഇതെല്ലാം ഉണ്ട്, എല്ലാ റെക്കോർഡ്സും ഉണ്ട്. ആ ഡോക്യുമെൻ്റ് തെറ്റാണെന്ന്. അത് പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി നേരിട്ട് ചെയ്ത വീടുകളാണ്. അപ്പം നിങ്ങളും പറയുന്നത് 4000 വീടാണെന്ന്. ഞാൻ നിങ്ങൾക്ക് തന്നല്ലോ, ഷീറ്റ് തന്നല്ലോ. AK ബാലനും KT ജലീലും പിണറായി മന്ത്രിസഭയിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന മന്ത്രിയായ AK ബാലൻ നിയമസഭയിൽ നൽകിയ ഉത്തരം തന്നല്ലോ. എത്ര വീടുണ്ടെന്ന് കണ്ടല്ലോ. പ്ലസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്ര വീട് വെച്ചെന്ന് തന്ന കണക്ക് കണ്ടല്ലോ. എന്നിട്ട് നാണമില്ല, 4000 വീട് ആ കാലത്ത്. അതൊന്ന് വായിച്ചു നോക്കാൻ പറയാം. ഇത് ഞാൻ നിയമസഭയിൽ പറഞ്ഞതാണ്. നിയമസഭയിൽ പറഞ്ഞപ്പോൾ മിണ്ടിയില്ലല്ലോ മുഖ്യമന്ത്രി, മറുപടി പറഞ്ഞില്ല. ഈ എഴുതി കൊടുക്കുന്ന ആളുകളാണ് അദ്ദേഹത്തെ ഇങ്ങനെ കളിപ്പിക്കുന്നത്. നമ്മുടെ ആരെങ്കിലും ആണെന്ന് എനിക്ക് സംശയമുണ്ട്. പുള്ളി എങ്ങനെ കളിപ്പിക്കണം? അവിടെ ഈ എഴുതി കൊടുക്കണം, അവിടെ ആരെങ്കിലും ഒളിച്ചു കയറി ആരെങ്കിലും കയറിയിട്ട് എന്തൊക്കെയാണ് പാവത്തിനെ കൊണ്ട് പറയിപ്പിക്കണേ? എനിക്ക് സംശയമുണ്ട്. നമ്മുടെ ആരെങ്കിലും കയറിയിട്ട് പുള്ളിയെ വലയ്ക്കാൻ വേണ്ടിയിട്ട് കയറിയാണ്. ഞാൻ അന്വേഷിക്കാം ഉറപ്പായിട്ട്. അവർ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കാനുള്ള കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടല്ലോ. എനിക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ്, ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യം പറയില്ലല്ലോ. വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടു, അവരുടെ വീട് നിർമ്മാണം പൂർത്തിയായെന്നും പറഞ്ഞൊരു വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടു. എനിക്കറിയില്ല, അറിയാത്ത കാര്യം ഞാൻ പറയില്ല കേട്ടോ. കൈരളി മാത്രമേ ചോദിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, വേറെ ആർക്കും ചോദ്യമില്ലേ? എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചോദിച്ചോ. നല്ല മര്യാദയ്ക്കായി ചോദിക്കണം, നല്ല ചോദ്യങ്ങളാണ്, ചോദിച്ചോ. FCRI ആക്ട് ആണോ? അപ്പോൾ മോഡി സർക്കാർ പിന്തുണ കൊടുക്കുകയാണോ? ഒന്നുമില്ല, ഇതൊക്കെ വെറുതെയുള്ള പുതിയ കഥകളാണ്. FCRI ആക്ട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആക്ട് വേണം. കാരണം വിദേശ പണം ഇങ്ങോട്ട് വരുന്നതിന് നിയന്ത്രണം വേണം. FCRI റെഗുലേഷൻസ് ഉണ്ട്. ആ റെഗുലേഷൻസ് അനുസരിച്ച് പണം വന്നില്ലെങ്കിൽ തെറ്റായ രീതിയിൽ തീവ്രവാദ പ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പണം വരും.
അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നിയമമാണത്. ഇപ്പം ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ അതൊന്നുമല്ല, നിങ്ങളതിനെ ലഘുവാക്കണ്ട. ഇപ്പം ചെയ്യാൻ പോണത് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ലൈസൻസ് പുതുക്കി കൊടുക്കാതിരിക്കാം. പുതുക്കി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ ആരാധനാലയങ്ങൾ ടേക്ക് ഓവർ ചെയ്യാം, അവരുടെ വസ്തുവകകൾ ടേക്ക് ഓവർ ചെയ്യുക, അവർ പണിത സ്കൂള് ടേക്ക് ഓവർ ചെയ്യുക, അവർ പണിത കോളേജ് ടേക്ക് ഓവർ ചെയ്യുക, എന്തു വേണം ചെയ്യുക. അതെങ്ങനെയാണ്? അത് ഭരണഘടനാ വിരുദ്ധമാണ്, മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണ്. മനസ്സിലായില്ല? വഖഫ് ബില്ലിലും അതുപോലത്തെ ഒരു ചതിയുണ്ട്. ഞങ്ങൾ അന്ന് പറഞ്ഞു വഖഫ് ബില്ലിനെ ആരും പിന്തുണയ്ക്കരുത്, കാരണം ചർച്ച് ബില്ല് വരുമെന്ന് പറഞ്ഞു. ചർച്ച് ബില്ല് ഇനി വേറെ വരാനിരിക്കുകയാണ്. അപ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രോപ്പർട്ടീസ് ഉണ്ട് പല സ്ഥലത്തും, അത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് ഈ അമെൻമെൻറ്റിലുള്ളത്. അല്ലാതെ പണ്ട് കോൺഗ്രസ് FCRA ആക്ട് വേണ്ടെന്ന് ആരെങ്കിലും പറയുമോ? FCRA ആക്ട് വേണം, കാരണം മറ്റാവശ്യമില്ലാത്ത ജീവകാരുടെ പ്രവർത്തനത്തിന് തന്നെയാണോ ഈ പണം കൊണ്ടുവരണമെന്ന് പരിശോധിക്കണം ഉറപ്പായിട്ടും. FCRA ആക്ട് നിർബന്ധമായിട്ട് വേണം. പക്ഷെ ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെൻറ്റിനാണ് എതിര്. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ വേറെ എന്തെല്ലാം കാര്യത്തിൽ വിദേശത്ത് പണം വരും. അപ്പോൾ വിദേശത്ത് പണം വരുമ്പോൾ ഗവൺമെൻറ് അറിയണം ഏത് കാര്യത്തിലാണ് വരുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസി അത് അന്വേഷിക്കണം, കാര്യങ്ങൾ അന്വേഷിക്കണം. ഇതല്ല, ഇതിൻ്റെ അകത്തെ പ്രൊവിഷനില്ലേ, ഒരു ലൈസൻസ് പുതുക്കി കൊടുക്കാതിരുന്നിട്ട് ഒരു പള്ളി വേണമെങ്കിൽ ഏറ്റെടുക്കാം ഗവൺമെൻറ്റിന്. അവർ തുടങ്ങിയിരിക്കുന്ന സ്കൂളോ കോളേജോ ഏറ്റെടുക്കാം, ഗവൺമെൻറ്റിൻ്റെ ആവും, ഇവരെന്ന് പോയി. അത് അവരുടെ മൗലികാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. അതിനെ കോൺഗ്രസ് അതിശക്തിയായി എതിർക്കും, ഉറപ്പായി, പാർലമെൻറ്റിലും പുറത്തും. അതൊക്കെ സ്ഥാനാർത്ഥികൾ അങ്ങനെയല്ലേ പറയുള്ളൂ. സ്ഥാനാർത്ഥികൾ അങ്ങനെയല്ലേ പറയുള്ളൂ. സ്ഥാനാർത്ഥി ആരുടെ പിന്തുണ കിട്ടിയാലും സ്വീകരിക്കുമെന്നല്ലാതെ സ്ഥാനാർത്ഥി പറയണ്ട, അങ്ങനെയല്ലേ സ്ഥാനാർത്ഥികൾ പറയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, പൊതുവായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം മാറ്റിയിട്ടില്ല UDF. മാറ്റിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, UDFിൻ്റെ തീരുമാനം. നിങ്ങൾ അതിലാണ് വാർത്ത വെൽഫെയർ പാർട്ടി ഞങ്ങളെ പിന്തുണച്ചപ്പോൾ ബഹളമുണ്ടാക്കിയ, ഒച്ചപ്പാടുണ്ടാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കന്മാരും SDPI CPMന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ എന്താണ് മിണ്ടാത്തത്? PDP പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ എന്താ മിണ്ടാത്തത്? അപ്പം അവരെ പിന്തുണച്ചാൽ മതേതരവാദികൾ അല്ലേ, ഞങ്ങളെ പിന്തുണച്ചാൽ വർഗീയവാദികൾ. അത് കയ്യിൽ വെച്ചാൽ മതി. ഇപ്പം കേരളത്തിൽ ഇവരുടെ മൂടുപടം അഴിഞ്ഞു വീണു. ഇവർ 4 വോട്ടിന് വേണ്ടി മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഡാഷ് ചെയ്യുന്നവരാണ്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കില്ല എന്ന് അവർ തന്നെ തെളിയിച്ചു. അല്ല, അതിലൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പം എനിക്കെതിരെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, SDPIയുടെ സ്ഥാനാർത്ഥിയുണ്ട്. CPM നിർബന്ധിച്ച് നിർത്തിയിരിക്കുക. CPMമായിട്ട് ധാരണയാണ് SDPI. നിർത്തിയിരിക്കുക. ഞാൻ ഇവിടെ നിർത്തിക്കോളാം. എന്താ നമുക്ക് നിന്നാലെന്താ? ഞാൻ അയാളെ വിളിച്ചോ, അവരെ വിളിച്ചൊന്നുമില്ലല്ലോ, അയാളെ മാറ്റിത്തരണമെന്ന് പറഞ്ഞു. അവർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എന്നെ പറവൂരിൽ കുഴിച്ചു മൂടും എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചാണ്. എന്നെ കുഴിച്ചു മൂടും. RSSകാർ പറഞ്ഞത്, അല്ല BJP സ്ഥാനാർത്ഥികൾ പറഞ്ഞത് എന്നെ രാഷ്ട്രീയ വനവാസത്തിനയക്കുമെന്ന് പറഞ്ഞത് എല്ലാവരും കൂടി. അപ്പം ഞാനതെല്ലാം ആസ്വദിച്ച ഇലക്ഷൻ മത്സരിക്കുകയാണ്. ഇങ്ങനെ ഇത്രയും ആളുകൾ എല്ലാവരും കൂടി തോൽപ്പിക്കുമെന്നും കൊല്ലുമെന്നും കുഴിച്ചു മൂടുമെന്നും ഒക്കെ പറഞ്ഞു വരുമ്പോൾ ആസ്വദിച്ച് മത്സരിക്കുകയാണ്. ഇവരൊക്കെയല്ലേ എൻ്റെ കൂടെ ഉള്ളത്, പിന്നെ എനിക്കെതിരെ പേടിക്കാനുള്ളത്.